വെൽക്കം ടു വീട്ടടുക്കള. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പൊരി വെച്ചൊരു ബോംബെ സ്റ്റൈൽ ബേൽപൂരിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു പാത്രത്തിൽ പൊരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സവാള ചെറുതായി കട്ട് ചെയ്തതാണ്, അത് ഈ പാത്രത്തിലോട്ട് ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതാണ്. എല്ലാം കൂടി നമുക്ക് നല്ലപോലെ യോജിപ്പിക്കാം. തക്കാളി ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇലയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി അരച്ച ചട്നിയാണ് ഇത്. 2 ടേബിൾ സ്പൂൺ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുക്കാം. പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. നിങ്ങൾ കൊച്ചുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പൊരി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ശർക്കരയും പുളിയും കുറച്ച് വെള്ളവും ഒഴിച്ച് ചൂടാക്കി ഉണ്ടാക്കിയ ചട്നിയാണിത്. ഇത് നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഞങ്ങൾക്ക് കുറച്ച് മിക്സർ ഇട്ട് കൊടുക്കാം. നിങ്ങൾ കയ്യിൽ ഏത് മിക്സറാണോ ഉള്ളത് ആ മിക്സർ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. റെഡിയായി. ഇത് നമുക്കൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില മുകളിൽ നിന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. മുംബൈ സ്റ്റൈൽ ബേൽപൂരി ഇവിടെ റെഡിയായി. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത റെസിപ്പിയുമായി ഞങ്ങൾക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.